വണ്ടിയുടെ ഡെമ്മി ഒരു പേപ്പർ കണ്ടോ അവിടെ നിന്ന് 10 കോടിയോളം വരുന്ന പാൻ മസാല കൊല്ലം കടയ്ക്കലിൽ നിന്നും പിടികൂടി. ബാംഗ്ലൂരിൽ നിന്നും ലോറിയിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന പാൻ മസാല ഡാൻസ് ഓഫ് ടീമും കടയ്ക്കൽ പോലീസും ചേർന്ന് കടയ്ക്കൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് പിടികൂടുകയായിരുന്നു. പാൻ മസാലയോടൊപ്പം കവറിൽ പൊതിഞ്ഞ 1/2 കിലോയോളം കഞ്ചാവും കണ്ടെത്തി. മലപ്പുറം മഞ്ചേരി സ്വദേശി ബഷീറാണ് വാഹനത്തിന്റെ ഡ്രൈവർ. ഇയാളാണ് പോലീസിന്റെ പിടിയിലായത്. 18,624 പാക്കറ്റ് പാൻ മസാലയും 72 ഗ്രാം കഞ്ചാവും 235 ചാക്കുകളിലായാണ് പിടികൂടിയത്. കൊല്ലം ഡാൻസ് ഓഫ് ടീം അടൂർ മുതൽ കർണാടക രജിസ്ട്രേഷനുള്ള ലോറി നിലമേൽ വെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുന്നതിനിടയിൽ വാഹനം കടയ്ക്കലിലേക്ക് തിരിയുകയായിരുന്നു. തുടർന്നാണ് കടയ്ക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് പാൻ മസാല കൊണ്ടുവന്ന വാഹനവും ഡ്രൈവറും ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. തുടർന്ന് കടയ്ക്കൽ പോലീസ് സംഭവസ്ഥലത്ത് എത്തി. പിന്നീട് ഡാൻസ് ഓഫ് ടീമും കടയ്ക്കൽ പോലീസും ചേർന്ന് വാഹനം പരിശോധിച്ചതിൽ നിന്നുമാണ് നിരോധിത പാൻ മസാലയാണെന്ന് കണ്ടെത്തിയത്. ഒരു ചാക്കിൽ 100 കവർ പാൻ മസാലയാണ് ഉണ്ടായിരുന്നത്. സാധാരണ ഒരു കവറിൽ 24 പീസാണ് ഉണ്ടാകുന്നത്. 10 കോടിയോളം രൂപയുടെ മൂല്യം വരുമെന്നാണ് ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂർ പറയുന്നത്. വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും നമ്മുടെ കടയ്ക്കൽ പോലീസും കൂടെ ചേർന്ന് നടത്തിയ കർശനമായ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഏകദേശം 18,624 പാക്കറ്റ് അടങ്ങിയ 10 കോടി രൂപ ഏകദേശം മൂല്യം വരുന്ന ലഹരി മരുന്ന് വസ്തുക്കളും 72 ഗ്രാം കഞ്ചാവുമാണ് നിലവിൽ നമ്മൾ ഈ വാഹനത്തിൽ നിന്ന് പിടികൂടിയത്. വാഹനം ഓടിച്ചു വന്ന ഒരാളെ ഉള്ളായിരുന്ന വാഹനം ഓടിച്ചു വന്ന മഞ്ചേരിയിലുള്ള ബഷീർ, 45 വയസ്സുള്ള ബഷീറാണ് ഈ വാഹനം ഓടിച്ചു വന്നത്. ഇതിനു മുമ്പും നിരവധി തവണ ബഷീർ ബാംഗ്ലൂരിൽ നിന്ന് ലോഡ് കേരളത്തിന്റെ പല ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം മേഖലകളിൽ നിരവധി തവണ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് നടക്കുന്നതാണ്. അന്വേഷണം മുന്നോട്ട് നടന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. നിലവില് 72 ഗ്രാം കഞ്ചാവ്, പാൻ മസാലയില് വ്യത്യസ്ത ഗണേഷ്, കൂള്, ചൈനി കൈനി അങ്ങനെയുള്ള വ്യത്യസ്ത ഐറ്റങ്ങളാണുള്ളത്. 3 കളർ പാക്കറ്റാണുള്ളത്. ഇപ്പൊ കടയ്ക്ക് വന്നപ്പോഴാണ് നമ്മള് നിലവില് അവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു, ഫോളോ ചെയ്ത് വന്നു. നിലവിൽ അവൻ തിരുവനന്തപുരത്ത് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ ചേസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത്. അപ്പം ബാക്കി കൂടുതൽ അന്വേഷണം നടത്തിയാൽ ഇത് ആരൊക്കെയാണ്, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, എത്ര തവണ കൊണ്ടുവന്നെന്ന് അറിയാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ഒരുപാട് കണ്ണികളുണ്ട്. അത് നമുക്ക് മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. സംഭവത്തിൽ മലപ്പുറം മഞ്ചേരി സ്വദേശിയായ ബഷീറിനെ കസ്റ്റഡിയിലെടുത്തു. ബാംഗ്ലൂരിൽ നിന്നാണ് പാൻ മസാല കയറ്റിക്കൊണ്ടുവന്നതെന്നും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നും ബഷീർ പോലീസിനോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ശക്തമാക്കുമെന്ന് SI ജ്യോതിഷ് ചിറവൂർ പറഞ്ഞു. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് പാൻ മസാല കൊണ്ടുവന്ന വാഹനവും ഡ്രൈവറെയും പിടികൂടിയത്. തുടർന്ന് പ്രദേശത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും യുവാക്കളും പൊതുപ്രവർത്തകരുടെയും സഹായത്തോടുകൂടിയാണ് ലോറിയിൽ നിന്നും ചാക്കുകെട്ടുകൾ പുറത്തിറക്കി എണ്ണി തിട്ടപ്പെടുത്തിയതിനു ശേഷം വീണ്ടും അവ ലോറിക്കുള്ളിൽ കയറ്റി കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പാൻ മസാല ലോറിയിൽ നിന്നും കയറ്റുന്നതിനും ഇറക്കുന്നതിനും വേണ്ടി സഹായിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികളെയും യുവാക്കളെയും പോലീസ് അഭിനന്ദിക്കുകയും ചെയ്തു. റിപ്പോർട്ടർ സജി അഞ്ചൽ.